ഇതിനെ നമസ്കാരം. നമസ്കാരം. ഇതിലെ ഈ MV നികേഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തകരെ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടായിട്ടില്ല. ഇന്ന് അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികരൊക്കെയായി മാറി എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ അദ്ദേഹം രൂപം കൊടുത്തിട്ടുള്ള ഒരു ചാനലാണ്. അദ്ദേഹം ഇന്ത്യ വിഷനിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് റിപ്പോർട്ടർ TV എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ടർ TV ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. കാരണം മലയാളികൾക്ക് വ്യത്യസ്തമായൊരു വാർത്ത അവതരണ ശൈലി കൊണ്ട് മലയാളികളുടെ മനം കീഴ്പ്പെടുത്തിയ ഒരു വ്യക്തി സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങിയപ്പോൾ അതിനെ വളരെ സ്നേഹത്തോടു കൂടിയാണ് ആളുകൾ സ്വീകരിച്ചത്. അദ്ദേഹം 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടി പോയി. അവിടെ ഉണ്ടായ ചില പാകപ്പിഴകൾ അദ്ദേഹത്തിൻ്റെ ചാനൽ കുറച്ചൊക്കെ നഷ്ടത്തിലേക്ക് പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ആ ചാനൽ ഒരു റീലോഞ്ചിങ് 2023 നടത്തിയപ്പോൾ മലയാളികൾ വളരെയേറെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഈ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട്, അതായത് ലക്ഷറിയസിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദൂരത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ആ ഒരു ചാനൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് പറയാം. കാരണം കേരളത്തിലെ മറ്റ് ചാനലുകൾക്കൊക്കെ അസൂയാവഹമായ രീതിയിൽ, അല്ലെങ്കിൽ അസൂയ തോന്നത്തക്ക രീതിയിലാണ് ഉള്ള ഒരു ലക്ഷറിയസ് സേവനങ്ങളാണ് അവിടെയുള്ള എംപ്ലോയീസിനും ഒക്കെ മാനേജ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധ്വാനിച്ച പണം എങ്ങനെ ദൂർത്തടിക്കാൻ പറ്റും എന്നൊക്കെ ഒരു ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ചർച്ചാ വിഷയം അതല്ല. കഴിഞ്ഞ ദിവസം റോഷിപാൽ എന്ന് നടത്തിയ ഒരു SDPയുമായി ബന്ധപ്പെടുത്തി നടത്തിയ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ വക്താവായിട്ടുള്ള ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ് ആദ്യമായി റിപ്പോർട്ടർ ചാനലിനെതിരെ രംഗത്ത് വരുന്നത്. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല ഉന്നയിച്ച വിഷയം കുറച്ചുകൂടി നേരത്തെ, എനിക്ക് തോന്നുന്നു കാരണം ഇലക്ഷനിൽ ഇവർ കാട്ടിക്കൂട്ടിയത്, ഈ റിപ്പോർട്ടർ ചാനൽ ഇലക്ഷൻ്റെ ആദ്യ ദിവസം മുതൽ കാട്ടിക്കൂട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് വേണ്ടിയിട്ടും CPMന് വേണ്ടിയിട്ടും വിടുപണി ചെയ്യുന്ന ഒരു ജോലിയാണ് റിപ്പോർട്ടർ ചാനൽ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. റോഷിപാൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചുകൂടി മാന്യനായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകനാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. കുറച്ചൊക്കെ ഒരു കോൺഗ്രസിന് അനുകൂലമായിട്ട് വാർത്തകൾ ചെയ്തിട്ടുള്ള ഒരു ആളുകൂടിയാണ് റോഷിപാൽ എന്ന് പറയുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഓരോ ദിവസവും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഒരു മാധ്യമ അജണ്ട സെറ്റ് ചെയ്യുവാൻ റിപ്പോർട്ടർ TV നടത്തിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് സർവ മാധ്യമ ധർമ്മങ്ങളുടെയും ലംഘനമായിരുന്നു. ഒരു അധമ മാധ്യമ പ്രവർത്തനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ റിപ്പോർട്ടർ TV എന്ന് പറയേണ്ടി വരും. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണെങ്കിൽ, ഇപ്പോൾ കൈരളി പ്രവർത്തിക്കുന്നുണ്ട്, ജയ്ഹിന്ദ് പ്രവർത്തിക്കുന്നുണ്ട്, ജനം TV പ്രവർത്തിക്കുന്നുണ്ട്, അവർക്കൊക്കെ ഓരോ പക്ഷമുണ്ട്. ആ പക്ഷത്ത് നിന്നുകൊണ്ടാണ് അവർ വാർത്തകൾ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇവർ നിഷ്പക്ഷ ചാനലാണ് എന്ന് പറയുകയും എന്നാൽ ഒരു തീർത്തും ഏകപക്ഷീയമായിക്കൊണ്ട് BJPക്കും CPMനും വേണ്ടിയിട്ട് മാത്രം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസവും വാർത്തകൾ സൃഷ്ടിക്കുകയായിരുന്നു. കോൺഗ്രസിൽ നിന്ന് ആര് രാജിവെക്കുന്നു എന്ന് നോക്കിക്കൊണ്ട് ഇവർ നടന്നിരുന്നത്. അതേ സമയത്ത് തന്നെ ഈ ഇലക്ഷന് ശേഷം BJPയിൽ പാലക്കാട് ഉണ്ടായിരുന്ന ഒരു പൊട്ടിത്തെറി, അതിനെയൊന്നും ഇവർ കാണാതെ പോയി എന്ന് പറയുമ്പോൾ ഇവരുടെ മാധ്യമ ധർമ്മം എന്തായിരുന്നു, ഇവർ നടത്തിയിരുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, ഇവരുടെ അജണ്ട എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് വെളിവാക്കുന്നതാണ്. കാരണം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ BJPയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാറിനെതിരെ ഇലക്ഷന് മുമ്പേ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇത് വാർത്തയായിട്ട് പുറത്തു വരരുത് എന്ന ഒരു അജണ്ട സെറ്റ് ചെയ്തതും നടപ്പിലാക്കിയതും റിപ്പോർട്ടർ TV ആണ് എന്ന് പറയേണ്ടി വരും. കാരണം പാലക്കാടിൻ്റെ സമസ്ത മേഖലയിലും അവിടുത്തെ ആളുകൾ നേരിടുന്ന വികസന പ്രശ്നങ്ങൾ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പോയതിന് ഏക കാരണം ഈ റിപ്പോർട്ടർ TV ആണ് എന്ന് പരസ്യമായിട്ട് പറയേണ്ടി വരും. കാരണം ഇവർ സൃഷ്ടിക്കുന്ന ഓരോ വാർത്തകൾ അതിന് പിന്നാലെ മറ്റ് ചാനലുകൾക്ക് പോകേണ്ട ഒരു ഗതികേട് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. ചാനൽ റേറ്റിംഗ് എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ചാനൽ റേറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ പരസ്യങ്ങൾ കിട്ടത്തുള്ള ഒരു ചാനലിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. കാരണം റിപ്പോർട്ടർ TV പടച്ചു വിട്ടുകൊണ്ടിരുന്ന മസാലകൾ, ഈ മസാലകളുടെ പുറകെ ഓടേണ്ട ഒരു ഗതികേടിലേക്ക് മറ്റ് ചാനലുകളും വന്നെത്തി എന്നുള്ളതാണ് സത്യം. കാരണം തികച്ചും ഏകപക്ഷീയമായിട്ട് പറയുകയാണെങ്കിൽ കോൺഗ്രസിനെ 100% ടാർഗറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിമാർക്കെതിരെ ചേലക്കരയിലായിക്കോട്ടെ, ഈ പറഞ്ഞ പാലക്കാടായിക്കോട്ടെ, രണ്ട് സ്ഥലങ്ങളിലും
കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ എത്രത്തോളം അപമാനിക്കാൻ പറ്റുമോ, അവരെ തോൽപ്പിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് എത്രത്തോളം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ സാധിക്കുമോ, ഇതൊക്കെയാണ് റിപ്പോർട്ടർ TV ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു വാസ്തവമാണ്. ഇതൊരു അധാർമിക മാധ്യമ പ്രവർത്തനമാണ്. ഇതിനെ ഒരു തരത്തിലും കേരള സമൂഹത്തിന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ത് പറയുന്നു? അല്ല, തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ടറിന്റെ റീലോഞ്ച് അവർ വലിയ രീതിയിൽ കേരളത്തിലെ തന്നെ നിരവധി വിവിധ പ്രമുഖ ചാനലുകളിൽ നിന്നൊക്കെ തന്നെ പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെല്ലാം വിലക്കെടുത്തുകൊണ്ടാണ് അവർ റീലോഞ്ച് നടത്തിയത്. ശക്തമായ ഒരു ടീമായിരുന്നു അവർ. അതിൻ്റെ ഒരു ഗുണം അവർക്ക് 2 വർഷത്തിനകത്ത് കാണുകയും ചെയ്തു. റേറ്റിങ്ങിലൊക്കെ തന്നെ അവർ മുൻപോട്ട് വരികയും ഒക്കെ തന്നെ ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരായ വാർത്തകൾ നിരന്തരം ചാനലിൽ നിന്നും വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ജ്യോതികുമാർ ചാമക്കാല അവരുടെ ചർച്ചയിൽ തന്നെ വന്നിരുന്നുകൊണ്ട് പറഞ്ഞ് ആ വിഷയം തങ്ങൾക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നത് തീരുമാനിക്കും, അക്കാര്യം ഞങ്ങൾക്ക് തീരുമാനിക്കാതെ ഞാൻ പാർട്ടിയുടെ വക്താവ് എന്ന നിലയിൽ തന്നെയാണ് പറയുന്നത്, പാർട്ടിയുടെ അഭിപ്രായമാണ് പറയുന്നത് എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന് ആ ചർച്ചയിൽ, ആ ചാനലിന്റെ ചർച്ചയിലെ ഫ്ലോറിൽ തന്നെ അദ്ദേഹത്തിന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ പാലക്കാട് ബൈ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് തൊട്ടു പിന്നാലെ അവിടെ ഈ SDPI ആണ് ആദ്യമായിട്ട് അവിടെ ഈ ആഘോഷം നടത്തുന്നത്, ആഘോഷം നടത്തുന്നത്, വിജയാഘോഷം നടത്തുന്നത്. അത് ആദ്യം അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ആ സ്പോട്ടിൽ അവിടെ ഉണ്ടായിരുന്നത് റിപ്പോർട്ടർ ചാനൽ മാത്രമായിരുന്നു. അപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ കൂടി ആ വാർത്ത പുറത്തു വരുന്നു. അപ്പോൾ ആ സമയത്ത് റിപ്പോർട്ടറായിട്ടുള്ള ഋഷിപ്പാൽ പറഞ്ഞ ചില കമന്റ്സുകളാണ് അവരെ കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. SDPI ഇല്ലാതെ കോൺഗ്രസിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം SDPIയുടെ പിന്തുണയുണ്ട്. കോൺഗ്രസ് പൂർണ്ണമായിട്ടും അതിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ പോലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വർഗീയ കക്ഷികളുടെ ഒന്നും തന്നെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ SDPI ഇനിയിപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ വോട്ട് കൊണ്ടൊന്നും അല്ല കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത് നമുക്കറിയാം. കാരണം അത്തരത്തിൽ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് 18,840 എന്ന് പറയുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മങ്കൂട്ടം ജയിച്ചത്. അവിടെ BJPക്ക് ഏതാണ്ട് 10,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ 4,000-ലധികം വോട്ടുകൾ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ BJPയിൽ നിന്നും പോയ വോട്ടുകളാണ് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് VD സതീശൻ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, നമുക്ക് യുക്തിയുള്ള ആർക്കും തോന്നുന്നതാണ്. BJPയിലേക്ക് പോയ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വന്നു. അപ്പോൾ അന്ന് BJPക്ക് പോയ വോട്ടുകൾ SDPIയുടെയും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെയും ആയിരുന്നോ? ഈ കോൺഗ്രസ് അധികമായി കിട്ടിയ വോട്ടുകൾ SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ആണെന്ന് പറയുമ്പോൾ ആ ഒരു വിഷയം കൂടിയുണ്ട്. BJPക്ക് കുറഞ്ഞ വോട്ടുകളാണ് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്, 4,000-5,000-ഓളം വോട്ടുകൾ. അപ്പോൾ അന്ന് ശ്രീധരന് കിട്ടിയത് ഇതേ വോട്ടുകൾ, അതായത് നഗരത്തിലാണ്, മുനിസിപ്പാലിറ്റിയിൽ കിട്ടിയ വോട്ടുകളാണതെന്ന് നമ്മൾ ഓർക്കണം. അവിടെ എങ്ങനെ SDPIയുടെ വോട്ടുകൾ BJPക്ക് കിട്ടുന്നതല്ല. അപ്പോൾ കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും കിട്ടിയിട്ടുണ്ടാകാം ഈ പറയുന്ന ചിലപ്പോൾ CPMന്റെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകാം, അല്ലെ, ഇടതുപക്ഷത്തിന് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകാം, BJPയുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകാം, SDPIയുടെ കിട്ടിയിട്ടുണ്ടാകാം, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ തന്നെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകും. എങ്കിൽ പോലും അതൊന്നും കോൺഗ്രസിന്റെ വിജയത്തിൽ അതൊന്നും ഒരു ഘടകമാണെന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വലിയൊരു വിജയം, വലിയൊരു പൊളിറ്റിക്കൽ ഒരു പോരാട്ടം നടന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു വിജയം കോൺഗ്രസ് നേടിയിരിക്കെ ഇത്തരത്തിലൊരു പ്രതികരണം, അല്ലെങ്കിൽ ഒരു ചാനൽ, പ്രമുഖമായ ഒരു ചാനൽ, നിഷ്പക്ഷ ചാനൽ എന്നറിയപ്പെടുന്ന, അവർ ശരിപക്ഷം എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്, അത്തരമൊരു ചാനലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസ് ഉണ്ടാക്കുന്ന ഒരു ആഘാതം വളരെ വലുതാണ്. കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് മതേതര പാർട്ടി എന്ന ഏറ്റവും വലിയൊരു മതേതര പാർട്ടി എന്ന നിലയിലുള്ള കോൺഗ്രസിന് അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല എന്നാണ് ഞാൻ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്താ വെച്ചാൽ RSSും SDPIയും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? കാരണം ഈ RSSനെ ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവതാരികയുള്ള ഒരു ചാനലാണ് ഈ റിപ്പോർട്ടർ ചാനൽ. അതായത് BJPക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ RSSന് വേണ്ടിയിട്ട് ശക്തമായിട്ട് വാദിക്കുവാൻ സുജയ പാർവതി എന്ന ഒരു റിപ്പോർട്ടറെ അല്ലെങ്കിൽ ഒരു ആങ്കറെ സെറ്റ് ചെയ്തിരിക്കുന്ന കേരളത്തിലെ ഏക ചാനലാണ് ഈ റിപ്പോർട്ടർ TV എന്ന് പറയുന്നത്. CPMന് വേണ്ടിയിട്ട് വാദിക്കുവാൻ വേണ്ടിയിട്ട് അരുൺകുമാറിനെയും, നിഷ്പക്ഷ പക്ഷത്ത് നിൽക്കുന്ന ഉണ്ണി ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ സ്മൃതി പരുത്തിക്കാടും. കാരണം ഇവരെയൊക്കെ ഏറെ ബഹുമാനിക്കുകയും ഈ സ്മൃതി പരുത്തിക്കാടിനെയും അതോടൊപ്പം തന്നെ ഉണ്ണി ബാലകൃഷ്ണനെയൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ ഈ കേരളത്തിലുണ്ട്. അവരോടൊക്കെ മുഖത്തേക്ക് തുപ്പുന്നതിന് തുല്യമാണ് ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. സുജയ പാർവതിയും അരുൺകുമാറിനെയും വിട്ടേക്കൂ, അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, നിലപാടുകളുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ കേരളത്തിൽ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന 2 വ്യക്തികളാണ് ഈ സ്മൃതി പരുത്തിക്കാടും അതോടൊപ്പം തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ സാറും ഒക്കെ. പക്ഷേ ഇവരെയൊക്കെ എന്താ പറയുക, ഇവരോടൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു ബഹുമാനവും ആദരവും അതെല്ലാം കളഞ്ഞു കുടിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ. ഞാൻ പറയുന്നത്
റോഷി പാലിൻ്റെ SDPI പരാമർശം മാത്രമല്ല, ഈ ട്രോളി വിവാദം തുടങ്ങി ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തതിൽ തന്നെ റിപ്പോർട്ടർ ചാനലിന് കൃത്യമായ പങ്കുണ്ട്. ആ പങ്ക് തന്നെ അന്വേഷിക്കണമെന്നുള്ള ഒരു നിലപാടാണ് ഞാൻ. കാരണം ഓരോ ദിവസം രാവിലെ കേൾക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാർ രാജിവെക്കുന്ന ഒരു വാർത്തയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനപ്പുറത്ത് അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങളും ചർച്ച ചെയ്തിട്ടില്ല. രാവിലെ അരുൺകുമാർ ഒരു മൈക്കും തൂക്കി റോഡിൽ കൂടെ ഇറങ്ങും, ചായ കുടിക്കും, അതിനപ്പുറത്ത് അവരുടെ കുശലാന്വേഷണങ്ങൾ നടത്തും. ഇതല്ലെന്നേ ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യേണ്ടത്. ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്യേണ്ടത് ആ നാട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് പരിശോധിക്കണം. കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാദേശികമായിട്ടൊരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അവിടെ നടക്കുന്ന പ്രാദേശിക വിഷയങ്ങളെ സംസ്ഥാന തലത്തിൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ്. ആ അവസരത്തെ കളഞ്ഞു കുളിച്ചതിനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും റിപ്പോർട്ടർ ചാനലിലാണ്. കാരണം റിപ്പോർട്ടർ ചാനൽ അവരുടെ എന്താ പറയുക ഫേക്ക് ഫാക്ടറിയിൽ ഇരുന്ന് നിർമ്മിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, അവരുടെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ, ആ കോപ്രായങ്ങൾക്ക് പിന്നാലെ മറ്റ് ചാനലുകൾക്കും ഓടേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. കാരണം എന്താ വെച്ചാൽ ഇവർ കാണിക്കുന്നത് എന്താ, പാർട്ടി വിടുന്നു, കോൺഗ്രസിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ CPMന്റെ പ്രശ്നങ്ങളിലേക്ക് അവർ പോകുന്നില്ല, BJPയുടെ പ്രശ്നങ്ങളിലേക്ക് അവർ പോകുന്നില്ല. അപ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തിനാ കോൺഗ്രസിനെ ഇത്ര? നമ്മൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നതല്ല, പക്ഷെ നിഷ്പക്ഷമായിട്ട് നടക്കേണ്ട ഒരു ഇലക്ഷൻ, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു ഇലക്ഷൻ, ആ ഇലക്ഷനെ അവർ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് എന്താ പറയുക ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടർ TV ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്. അത് മാധ്യമധർമ്മമല്ല, അത് അധമ മാധ്യമധർമ്മമാണ്. അതിനെ ഒരു തരത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്ന് നമ്മൾക്ക് എന്താ പറയുക അടിത്തറയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു വസ്തുതയാണ്. അല്ല, ഈ ഇത്തരം ചാനലുകളുടെ ഈ ഒരു മാറ്റമുണ്ടല്ലോ, കഴിഞ്ഞ നമ്മൾ കുറേ കാലമായിട്ട് നോക്കുമ്പോൾ പുതിയ ചാനലുകൾ വരുന്ന അവർ ആ ചാനലുകൾക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് വാർത്തകളെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ന്യൂസ് ചാനലുകൾ ഒരു ഇവന്റുകളായിട്ട്, ന്യൂസ് എന്നതിനപ്പുറത്തേക്ക് ഇവന്റുകൾ സംപ്രേഷണം ചെയ്യുന്ന രീതിയിലേക്ക് ചാനലുകളെല്ലാം തന്നെ മാറി. റിയാലിറ്റി ഷോകൾ എന്ന നിലയിലൊക്കെ തന്നെ ഇപ്പം ഒരു ഉത്സവം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിന്റെ പുറകെ പോവുക, ആ ഉത്സവം ആഘോഷിക്കുക, റിപ്പോർട്ടർമാരും ആങ്കർമാരും ഉൾപ്പെടെ പോയി ആ ഉത്സവം ആഘോഷിക്കുക, അത്തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഈ പറഞ്ഞ ആ പരിപാടി, മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടി തന്നെ എനിക്ക് ആ ഒരു ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു പരിപാടിയായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് ഈ പറയുന്ന പോലെ സുജയ പാർവതിയുടെയും ഒക്കെ തന്നെ ഒരു ഈ അഭിപ്രായ പ്രകടനങ്ങൾ, അത് ഈ പറഞ്ഞതുപോലെ BJPക്ക് ഉള്ളൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളർന്നിട്ടുണ്ട്. അത് കേരള സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. BJPക്ക് എത്രത്തോളം ഈ കേരള സമൂഹത്തിൽ ഒരു സ്പേസ് അത് ഉണ്ടാക്കി കൊടുക്കുന്നു, അതുവഴി BJP തങ്ങളുടെ നിലപാടുകളുമൊക്കെ വളർത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒരു കടന്നാക്രമിക്കുന്ന തരത്തിൽ പല വിഷയങ്ങളും ഈ റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്നു. ഈ കോൺഗ്രസിനുള്ള കൊഴിഞ്ഞുപോക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കുക, വാർത്തയാക്കുക. അപ്പം മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പറഞ്ഞ പോലെ നേരത്തെ BJPയിൽ വലിയ വിഷയങ്ങളാണ്, ഇപ്പോഴും വലിയ വിഷയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകൃഷ്ണകുമാറിനെതിരെ തുടക്കം മുതൽ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, അതൃപ്തി ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇന്ന് നഗരസഭാ ചെയർപേഴ്സൺ തന്നെയാണ് പറയുന്നത്, ശ്രീകൃഷ്ണകുമാർ അദ്ദേഹത്തെ ജനങ്ങൾ അംഗീകരിച്ച് കാണത്തില്ല എന്നാണ് അവർ പറയുന്നത്. കൗൺസിലർമാർക്കെതിരെ തിരിക്കുകയായിരുന്നു നേതൃത്വം. അവരുടെ നഗരസഭയിലെ ഭരണം കാരണമാണ് BJP തോറ്റതെന്ന ഒരു നരേഷനിലേക്ക് വരുമ്പോൾ കൗൺസിലർമാർ തന്നെ, അല്ലെങ്കിൽ നഗരസഭാ ചെയർപേഴ്സൺ തന്നെ വന്ന് പറയുകയാണ്, നഗരസഭാ ഭരണത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഈ സ്ഥാനാർത്ഥിക്കെതിരായ ഒരു വികാരം ഉണ്ടായിരിക്കും, ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം. കാരണം എല്ലാ തെരഞ്ഞെടുപ്പും അല്ല, ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഈ സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ, അതിലുള്ള ഒരു അതൃപ്തിയാകാം. അപ്പോൾ അത്തരത്തിൽ വലിയൊരു ഭൂകമ്പം അല്ലെങ്കിൽ ഒരു എന്താ പറയുക അഗ്നിപർവ്വതം അവിടെ പുകഞ്ഞുകൊണ്ടിരുന്നത് BJPയിൽ. അത് ഒരു ചാനലുകൾ മനസ്സിലാക്കാഞ്ഞതാണോ, അതോ മനസ്സിലാക്കിയിട്ടും അതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ ചെയ്യാഞ്ഞതാണോ, അത് ചർച്ചയാക്കാഞ്ഞതാണോ എന്നറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഫലം വന്നതിന് ശേഷമാണ് ആ അഗ്നിപർവ്വതം പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത്. BJP അത് വലിയ രീതിയിലൊരു ബാധിക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴാണ് ചാനലുകൾ അത് ചർച്ചയാക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്ന രണ്ടിടത്തും, പ്രത്യേകിച്ചും പാലക്കാട്, ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾ വന്നുകൊണ്ട് കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുക. കോൺഗ്രസ് അവിടെ തുടക്കം മുതൽ പറഞ്ഞിരുന്ന എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പറഞ്ഞത്, ഞങ്ങൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കും, സർക്കാരിന്റെ ഭരണവിരുദ്ധതയെക്കുറിച്ച് ഞങ്ങൾ പറയും, ഓരോ വിഷയങ്ങളുണ്ട്, നെൽകർഷകരുടെ ഉൾപ്പെടെ വിഷയങ്ങളുണ്ട്, അത് ഞങ്ങൾ പറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു അജണ്ടയെ അട്ടിമറിക്കുന്ന മറ്റൊരു, അതിന് എതിരായിട്ടൊരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതെങ്കിലും അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത്, ഇതൊരു അധമ മാധ്യമ പ്രവർത്തനമാണ്. നിങ്ങൾക്ക് വളരെ പുച്ഛത്തോടു കൂടി ഞങ്ങളുടെയൊക്കെ വാക്കുകളെ തള്ളിക്കളഞ്ഞേക്കാം, പക്ഷേ കേരളം നിങ്ങളെ
വളരെ പുച്ഛത്തോടെ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന ദിനങ്ങൾ അത്ര വിദൂരമല്ല എന്ന് ഓർക്കുന്നത് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.